ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വ്ലോഗ്. ഇന്ന് ഞാൻ ഭയങ്കര സൂപ്പർ ഹാപ്പിയാണ്. ഈ വ്ലോഗ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഓൾറെഡി ഞാൻ എൻ്റെ സ്വന്തം സ്റ്റോറും ഓൺലൈൻ സ്റ്റോറും ഫിസിക്കൽ സ്റ്റോറും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ വന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ്. ഫസ്റ്റ് ഓഫ് ഓൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനിത് പറയുന്നത്. 2 ദിവസം മുന്നേ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനും വിഷ്ണു മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഓരോന്ന് കളക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് 12-ാം തീയതിയാണ്. 12-ാം തീയതി ഒരു ഉച്ചര വൈകുന്നേര സമയത്താണ് ഇതെടുക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഞാൻ പറഞ്ഞു ഫെബ്രുവരിയിൽ ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണം, ബ്ലെസ്സിങ്സ് വേണമെന്ന്. സോ ദിസ് ഈസ് ദ സർപ്രൈസ്. ഞാൻ എൻ്റെ സ്വന്തം ബ്രാൻഡ് ദ പെർഫ്യൂം പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഒഫീഷ്യലി. നിങ്ങൾ ഓരോരുത്തരും വാങ്ങുക, എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക, എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന് പറയുക, എല്ലാം പറയണം കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ലോഞ്ച് ചെയ്തു, ഭയങ്കര ഹാപ്പിയാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഇത് ഞാൻ വെറുതെ ഒരു ബിസിനസ് തുടങ്ങണം അത് കാരണം ലോഞ്ച് ചെയ്യാം അങ്ങനെ ഒന്നും ചെയ്തതല്ല. എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂംസ് എന്ന് പറയുന്നത്. മണങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വന്ന് ഇതിൻ്റെ പാർട്ടായിട്ട് കുറേ കാര്യങ്ങൾ നടന്ന് അതിന് ശേഷം ചക്കപ്പഴത്തിന് ഇപ്പം എനിക്കൊരു 3 വർഷമായി ഇതിൻ്റെ പുറകെയുള്ള പണി തുടങ്ങിയിട്ട്. 3 വർഷത്തിൽ 2 വർഷം ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മാസം, ശരിക്കും 10 മാസം ഞാൻ ചുമന്ന് പെറ്റു. 10 മാസമായിട്ട് ഈ ബിസിനസ്സിൻ്റെ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ ബോട്ടിൽ. ഇതിപ്പോൾ ഇറോസാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു ഭയങ്കര ഫ്ലോറലാണ്. അതുപോലെ തന്നെ ഒരു സ്വീറ്റ്നെസ്സും പച്ചോളിയുടെയൊക്കെ ഒരു സ്മെല്ല് വരുന്നതാണ് കേട്ടോ ഇതെല്ലാം. അതായത് ഓരോ ബോട്ടിൽ, ഇപ്പം നിങ്ങൾ ഏത് ബോട്ടിൽ വാങ്ങിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ആ ഓരോ ബോട്ടിലും ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി ഞാൻ തന്നെ ഒഴിച്ച് ഇവന്മാർ പാക്ക് ചെയ്ത് വരുന്ന സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഇത് പാക്കേജിങ് വന്നു. ഇനിയിപ്പോൾ പാക്കേജിങ്ങിലേക്ക് കിടക്കണം. ഞാനെല്ലാം കാണിച്ചു തരാം. ഞങ്ങളുടെ പ്രോസസ്സിങ് എന്നുവെച്ചാൽ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോ ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല, ഫുൾ ഓട്ടമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ എടുക്കണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ഇനി ഉണ്ടാക്കുമല്ലോ, അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിലൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് വരുന്നത്. ഇത് ഒരു ഫ്രാഗ്രൻസ് ആണ്. 10 ഫ്രാഗ്രൻസ് ഉണ്ട്. ഇൻസ്റ്റാ പേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അതിൽ വന്ന് കാറ്റലോഗ് ഉണ്ട്, അതിനകത്ത് നോക്കിയാലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഫ്രാഗ്രൻസ് ആണ്. ഇനിയിപ്പോൾ നേരിട്ട് നോക്കണം എന്നുള്ളവരാണെങ്കിൽ പനമ്പള്ളി നഗറിൽ ദ സ്പേസിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. അപ്പം എന്തായാലും എല്ലാവരും വാങ്ങിക്കണം, സപ്പോർട്ട് ചെയ്യണം. കുറേ ഉണ്ട്. ഇപ്പോൾ വിഷ്ണു പാക്കേജിങ് കളക്ട് ചെയ്ത് മേളിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പോൾ അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ സൂപ്പർ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരു ഡ്രീം ഇങ്ങനെ വെച്ചിരുന്നു. അതിന് ഒരുപാട് രാത്രിയും പകലും ഇല്ലാതെ ഉറക്കളച്ച് അത് ചെയ്ത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അതൊരു പ്രാക്ടിക്കലി നിങ്ങളിലേക്ക് എത്തിക്കേണ്ടി വരുമ്പം ഉണ്ടാവുന്ന ഫീല് ഇത് മണക്കുന്ന പോലെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പാർട്ടായിട്ട് കാണിച്ചു തരാം. കാരണം ഇത് നോർമൽ ഒരു വ്ളോഗ് പോലെ ഇരുന്ന് എന്താ സമയമില്ല. ഇതെല്ലാം തീർക്കണം. ഇന്ന് 12th ആയി. ഇനിയിപ്പം നാളെയാണ് നമ്മൾ കൊണ്ടുപോയി അവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഇതിപ്പം നിങ്ങൾ വാങ്ങുമ്പം നിങ്ങൾക്ക് ഈ ഫിസിക്കൽ ബോട്ടിൽ കാണാൻ പറ്റില്ല. ഇത് കാരണം പാക്ഡ് ആയിരിക്കും, സീൽഡ് ആയിരിക്കും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതിനിയും നമുക്ക് പാക്കേജിങ് ചെയ്ത് സീൽ ചെയ്യണം. സോ ഞാനെല്ലാം കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു ഗൈസ്. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, പർച്ചേസ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇന്ന് താങ്ക് യു സോ മച്ച്. ഇന്നല്ല അന്ന് എന്നുവെച്ചാൽ ഇന്നും അതെ കേട്ടോ. ഇന്ന് എനിക്ക് പ്രീ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിവേ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തവർക്കൊക്കെ താങ്ക് യു. ചെയ്യാത്തവരെന്തായാലും ചെയ്യുക. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാം, സമയമില്ല, അതുകൊണ്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു വ്ളോഗൊക്കെ പിന്നെ കാണിച്ചു തരാം. ഇടയ്ക്കിടയ്ക്ക് കാണിക്കാമല്ലോ, നമ്മുടെ കമ്പനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, താങ്ക് യു ഗൈസ്. കണ്ടിട്ടില്ല ആ പുള്ളിയുടെ അത് എത്തനോ ആൽക്കഹോൾ. മുഹി തമിഴ്നാട് നിന്ന് വന്നിവിടെ എനിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ ലോഗോ ഡിസൈൻ ചെയ്തത് മുഹിയാണ്.
മുഹിയേ ഹായ് ഹായ് ശ്രീ അതെ ഹായ് പണിയെടുക്കല്ലേ ജസ്റ്റ് 12:30 ആയിട്ടുള്ളൂ പണിയെടുത്തോ നടുരാത്രി 12:30ക്കാണ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഞങ്ങൾ കോസ്റ്റ്യൂം ഇട്ടു ആയ ഒന്ന് മേക്കപ്പ് ചെയ്യണം ഹെയർ കൂടെ ചെയ്യണം ഇതിനെ കമ്മലോ മാലയോ എന്തെങ്കിലും ഇടണോ സോ ഗൈസ് അതാണ് നമ്മുടെ പാക്കേജിങ് സാധനം ദാ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇതാണ് നമ്മുടെ പാക്കേജിങ് വരിക ഇതിങ്ങനെ വരുന്ന വെച്ചാൽ ഞാൻ ഭയങ്കര നമ്മൾ വളരെ റോ ആയിട്ടാണ് നിങ്ങളിലേക്ക് സാധനം എത്തിക്കുന്നത് അപ്പം ആ ഒരു കൺസെപ്റ്റിൽ എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്നായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പാക്കേജിങ്ങിൻ്റെ ഫുള്ളായിട്ടില്ല ബോക്സിങ് വരിക ഇത് വരും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവും ഇതിനകത്താണ് ഇതാ നമ്മൾ ഈ ബോട്ടിൽ എടുക്കുന്നു ഇതിനകത്ത് ഇങ്ങനെ വെക്കുന്നു ഇതടക്കി അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് തീർന്നെന്ന് ഇല്ല വെയിറ്റ് ആൻഡ് സീ അത് അടുത്ത സെക്ഷനിൽ കാണിച്ചു തരാം സോ ഗൈസ് ഇതാ ഇത്ര എണ്ണം പാക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് പാക്കേജിങ് എന്ന് ഇത് പാക്കേജിങ് ആണ് സ്റ്റേജ് 1 ആണ് അടുത്ത ഒരു ലെയറും കൂടെ ഉണ്ട് നമുക്ക് ഇത്രയും പാക്ക് ചെയ്തു ഇതിൻ്റെ പാക്കിങ്ങിന് ലേബിളുണ്ട് MRP ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നു ഇങ്ങനെ പാക്ക് ചെയ്യുന്നു ഈ സൈഡ് ഇങ്ങനെ ഉണ്ടാവുക ഫുൾ പണിക്കൂറിയിലാണ് അലീസർ തളർന്ന് കിടക്കുകയാണ് നമ്മൾ ഇത്രയും എണ്ണം ചെയ്ത് കഴിഞ്ഞു രണ്ടുപേര് ഇതൊന്നും അല്ല അന്താരാഷ്ട്ര പ്രശ്നം എന്ത് ഇനോഗ്രേഷൻ്റെ അന്ന് ഇടുമെന്നുള്ളതാണ് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നം എന്താ 2 റോ കാലിയായി ഇനി നമുക്ക് ഇത്ര എണ്ണം കൂടെ പാക്ക് ചെയ്യാനുണ്ട് അതിങ്ങനെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഗൈസ് അപ്പം നമ്മളുടെ പാക്കേജിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അലിൻ സാർ ഇതുവരെ ഇരുന്നിട്ടില്ല അലിൻ സാർ റെസ്റ്റാ പ്രോഡക്റ്റ് ഷൂട്ടിന് വന്നവനാ കൈഹായത്തിന് ഇവിടെ പിടിച്ചിരുത്തി നമ്മുടെ ഇവിടെ ഇത് ഇത്രയായി ഞാൻ ഒരു ബ്രേക്ക് കുറച്ച് ഫോണിങ് പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പാക്കേജിങ് അതായത് ഇത് നമ്മുടെ റാപ്പാണ് അതിലെ പ്രിൻ്റ് കൂടെയും നമ്മൾ ഹാൻഡ് മെയ്ഡാണ് അവിടെയാണ് എൻ്റെ കില്ലാടി തന്നെ നീ കില്ലാടി തന്നെ സതേ അപ്പം ഇത് ആക്ച്വലി ഇതിപ്പം നമ്മൾ ഇതിനകത്ത് ഒരു ചെറിയ സാമ്പിളിന് എൻ്റെ കൺഫർമേഷൻ പ്രശ്നം വന്നു നമുക്ക് ഈ ക്ലോത്ത് എല്ലാം ചെയ്തു തരുന്നത് രോഹിണി ഡിസൈൻസ് ആണ് രോഹിണി ചേച്ചിയാണ് അപ്പം ബാക്കിയെല്ലാം അടിച്ചു വരും ഇപ്പം ആദ്യത്തേത് എൻ്റെ ഒരു കൺഫർമേഷൻ്റെ പ്രശ്നം കാരണം ഞാൻ ഒറ്റ സീലിനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ചേച്ചി ഇതാ നോക്കും ഈ വന്നതിനെല്ലാം ഒറ്റ ഒരെണ്ണം അടിച്ചാണ് വന്നിരുന്നത് അപ്പം നമ്മൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് അടുത്ത സെറ്റ് വരുമ്പോൾ ഇതാവും അപ്പോൾ തൽക്കാലത്തേക്ക് രോഹിണി ഡിസൈൻസിൻ്റെ സ്റ്റാഫായിരിക്കുകയാണ് ഇപ്പം സദ പണിയെടുക്കുന്നു പവർ വരട്ടെ സാലറി തരുന്നതായിരിക്കും ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എല്ലാ മാസവും 1-ാം തീയതി അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പം ഫ്ലാറ്റ് ഏകദേശം ഞാൻ കാണിച്ചു തരാം ഫ്ലാറ്റ് എപ്പിടി ഇരുന്നാ ഇപ്പിടി ആയിട്ടെ എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഫുള്ള് പണിയാണ് ഇനിയിപ്പോൾ ഇന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ നാളെ നമുക്ക് കൊണ്ടുപോയി അവിടെ സ്റ്റോറ് റെഡിയാക്കണം അങ്ങനെ കുറേ പണിയുണ്ട് അത് കാരണം ഇന്നത്തെ ഒരു ദിവസമേ ഉള്ളൂ നമുക്ക് ഇന്നുകൊണ്ട് ഇതെല്ലാം റാപ്പ് ചെയ്ത് തീർക്കണം സോ അലീൻ സാർ ശ്രീ ജിമ്മിൽ പോയിരിക്കുകയാണ് സോ ഗായ്സ് ഇപ്പോൾ വെളുപ്പിന് 5:30 ചോറ്റാനിക്കര അമ്പലത്തിൽ പോവുകയാണ് ഇന്ന് 13-ാം തീയതിയായി സംഭവം ഉറങ്ങിയിട്ടേ ഇല്ല നിങ്ങൾ ഇന്നലെ കണ്ടതെന്ന് പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ ഒരു 2:30 ആയപ്പോൾ ഉറങ്ങി 4:30 ആയപ്പോൾ എഴുന്നേറ്റു
ബാക്കി ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും പണിയിലായിരുന്നു. കാരണം നാളെയാണ് നമ്മുടെ ഇനോഗ്രേഷൻ. അപ്പം നമുക്ക് പാക്കേജിങ് ഭയങ്കര ലേറ്റായിട്ടാണ് കിട്ടിയത്. അവരെ നമ്മൾ വിളിച്ച് നമുക്ക് ഭയങ്കരമായി നമുക്ക് ഹെക്റ്റിക്കായി കഴിഞ്ഞിട്ടാണ് നമുക്ക് പാക്കേജിങ് തന്നത്. 10th തരണമെന്ന് പറഞ്ഞ പാക്കേജിങ് ആണ്. ഇപ്പോഴും നമുക്ക് കവർ കിട്ടിയിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആ സ്ട്രെസ്സിലാണ് മൊത്തം ഉള്ളത്. അപ്പം ഇന്നലെ ഒറ്റ സ്ട്രെസ്സിന് നമ്മളിതെല്ലാം ചെയ്ത് തീർക്കേണ്ടി വന്നു. കാരണം കുറേ ചെയ്യാനുണ്ടായിരുന്നു അതിനകത്ത്. ഏകദേശം മറ്റേ 300 ബോട്ടിലിൻ്റെത് ഇതായല്ലേ, 300 ബോട്ടിലിൻ്റെ മറ്റേ ബോക്സിങ് കംപ്ലീറ്റ് ആയി. ക്ലോത്തിൻ്റെത് 150-120 അടുത്ത് ക്ലോത്തിൻ്റെ ആയി. ഇനി അടുത്ത ക്ലോത്ത് രോഹിണി ചേച്ചിയാണ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വൈറ്റ്ല ഹബിൽ എത്തിയിട്ടുണ്ട്, അത് പോയി എടുക്കണം. പിന്നെ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇത് കൊടുക്കുന്നുണ്ട്, അച്ചേച്ചിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പോകണം. അതിന് ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേർക്ക് കൊറിയർ ഇന്ന് അയക്കണം. അപ്പം അതെല്ലാം ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ ചിലപ്പോൾ സ്ലോ ആയിട്ടായിരിക്കും കേട്ടോ പറയുന്നത്, മനസ്സിലാവുന്നില്ല. സതയാണ് വണ്ടി എടുക്കുന്നത്. സതൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല. സാധാരണ ഞാൻ അമ്പലത്തിൽ പോകാൻ കുളിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത്, എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വെളുപ്പാങ്കാലത്തായതുകൊണ്ട് കൃത്യമായിട്ട് ഉണർന്നു തന്നെ ഇരിക്കുകയായിരുന്നു. സത ലേബിൾ ചെയ്യലും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. എല്ലാവരും അതേട്ടോ, എല്ലാവരും നല്ല പണിയെടുക്കുമായിരുന്നു. ഞാൻ 2 മണി 2:30 വരെ പണിയെടുത്തു. എനിക്ക് അത് കഴിഞ്ഞപ്പം ഈ ഫുള്ള് ഭയങ്കര ഹെക്റ്റിക് ആകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഉറങ്ങട്ടെ പറഞ്ഞ് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് വന്നത്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം പോയി വീണ്ടും ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക്. എനിവേ സംഭവമായിട്ടെല്ലാം ഒതുങ്ങുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനുണ്ട്, ചെറുതായിട്ട്. എന്നാലും എല്ലാം നന്നായിട്ട് നടക്കും. ശുഭാപ്തി വിശ്വാസമാണല്ലോ എല്ലാം. അപ്പം അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, എന്നിട്ട് കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കും. ഇതൊന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല, എനിക്ക് ഫുള്ള് ഓട്ടമാണ്. ഇന്ന് നമ്മുടെ ആഡ് റിലീസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ആഡ് എന്നുവെച്ചാൽ നമ്മൾ ഇതിൻ്റെ എല്ലാം ഇങ്ങനെ ഫാസ്റ്റ് ആയിരുന്നതുകൊണ്ട് ആഡിൻ്റെത് ഇപ്പോൾ രാവിലെയാണ് ജോസേട്ടനെ അയച്ചിരിക്കുന്നത്. ജോസേട്ടനാണ് നമ്മുടെ ആഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇടണമെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. അതെന്താണെന്ന് പോകുന്ന വഴിക്ക് എന്ത് തോന്നുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇത് കാണുമ്പോഴത്തേക്ക് ആഡൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെല്ലായിടത്തും പോയി അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു, തിരിച്ചു വന്നു. ഇത് നോക്കൂ, ഇതാണ് നമ്മളുടെ ബോർഡ്. അവിടെ കണ്ട ബോർഡ് ചെയ്ത് കിട്ടി. ഇനി ഇത്രയും സാധനം ഇതാക്കാനുണ്ട്. ഇതാണ് നമ്മൾ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം. ഇതാണ് നമ്മുടെ പാക്കേജിങ് വരുന്നത്. നൈസ് അല്ലേ? സോ ഗൈസ്, അമ്പല ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കൊറിയർ അയക്കാനുണ്ട് ഇന്ന് തന്നെ. ഇറ്റ് ഇസ് ലൈക്ക് ഗുഡ് സ്റ്റാർട്ട്. സോ ഞാൻ പോയി അത് അയക്കാൻ DTDC കണ്ടുപിടിക്കാൻ പോകുന്നു. മുല്ലപ്പൊക്കെ വെച്ചു അല്ല, മുല്ലപ്പൊക്കെ ഉണ്ടാവും. ഓക്കെ, DTDC പോകാം. ഞാനിതിൻ്റെ മുമ്പ് വെച്ചു. സോ ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മളുടെ സ്റ്റോർ വരുന്നത്. ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദ സ്പേസ് ആണ് പനപ്പള്ളി നഗറിൽ. ഇതിനുള്ളിൽ ഇവിടെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. സോ ഞാനിങ്ങനെ എൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ ഭയങ്കര അടിപൊളി ഫീലാട്ടോ. ഇനോഗ്രൽ ഓഫർ നമുക്കുണ്ട്, 2 ദിവസത്തേക്കാണ്. 20% ഓഫ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ടിൽ. ഇത് തന്നെയാണ് നമ്മുടെ ബോട്ടിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വ്ളോഗിൽ നമുക്ക് ഇനോഗ്രേഷൻ ഡേയും എല്ലാം ഇതിൻ്റെ ഫുൾ കംപ്ലീറ്റും എല്ലാം കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് എല്ലാ ഇൻസ്റ്റയുടെ ID യും വാട്സപ്പ് നമ്പറും ഒക്കെ കൊടുത്തേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. ബൈ ബൈ.